സാർ നമസ്കാരം. നമസ്കാരം. എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ല. ഇതെൻ്റെ വാക്കുകളല്ല, നമ്മുടെ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലും നിയമസഭയ്ക്കും പുറത്തും പറഞ്ഞത് ഇത് തന്നെയാണ്. അതായത് ലാവ്ലിൻ കേസാവട്ടെ അല്ലെങ്കിൽ മകൾ വീണ വിജയൻ്റെ മാസപ്പടി കേസാവട്ടെ, എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല, എനിക്ക് വഴിയിൽ ഭയമില്ല. ഈ വക വിരട്ടലൊന്നും ഇങ്ങോട്ട് നടക്കില്ല എന്നാണ് പിണറായി വിജയൻ എപ്പോഴും പറയാറുണ്ടായിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം വീണ വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലൂടെ CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും യാതൊരു തരത്തിലുള്ള സേവനവും അവർക്ക് നൽകാതെ 1,72,00,000 രൂപ നേരിട്ടും അല്ലാതെ 50 ലക്ഷം രൂപ കൈവായ്പ പോലെ എൻപവർ ഇന്ത്യ എന്ന CMRL മറ്റ് അനുബന്ധമായ മറ്റൊരു സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നും കൈക്കടമായും വാങ്ങിച്ച തുക നോക്കുമ്പോൾ ഏതാണ്ട് 2,80,00,000-ലധികം രൂപ വരും. ഇത് കൂടാതെയും വേറെ തുകയുണ്ട് എന്നാണ് ഷോൺ ജോർജിനെ പോലുള്ള മുതിർന്ന CPM നേതാക്കൾ ഷോൺ ജോർജിനെ പോലുള്ള യുവാക്കളായ BJP നേതാക്കളും വ്യക്തമാക്കിയത്. ഇത് CPM-ന് അക്ഷരാർത്ഥത്തിൽ വലിയ അടിയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ED റെയ്ഡ് പിണറായി വിജയന്റെ വീട്ടിൽ നടക്കുന്നു. ചോദ്യം ചെയ്യാനാവപ്പെടാത്ത ചക്രവർത്തി പദത്തിൽ ഇരുന്നമരുന്ന ആളെന്ന പോലെ CPM-ന്റെ തലപ്പത്ത് വിരാജിക്കുന്ന പിണറായി വിജയന്റെ വീട്ടിലേക്ക് ED എത്തുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വെള്ളിടി വെട്ടുന്നതിന് തുല്യമായിരുന്നു. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നുള്ള ഒരു ധാരണയോടുകൂടി തന്നെയാണ് പിണറായി വിജയൻ ഉറക്കത്തിൽ നിന്ന് കണ്ണു തിരുമ്മി എഴുന്നേറ്റപ്പോൾ കണ്ടത്. വെളുപ്പിന് 5:30 തന്നെ ED സംഘം സായുധ സേനയുടെ അകമ്പടിയോടുകൂടി പിണറായി വിജയനെ വിളിച്ചെഴുന്നേപ്പിച്ച് ഫോണെല്ലാം കസ്റ്റഡിയിൽ മേടിച്ച് ED റെയ്ഡ് നടത്തുന്നു എന്നുള്ള അറിയിപ്പാണ് കിട്ടിയത്. പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികൾ ഒന്നായിരുന്നു അത്. എന്നാൽ ED സംഘം എത്തിയത് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നില്ല, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ലാവ്ലിൻ കേസ് പോലുള്ള മറ്റേതെങ്കിലും കേസുമായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് മകൾ വീണ വിജയൻ മാസപ്പടി വാങ്ങിയ കേസിലാണ് അന്വേഷണത്തിന് വേണ്ടി എത്തിയത്. 5 മണിക്കൂർ പിന്നിടുന്നു, 6 മണിക്കൂർ പിന്നിടുന്നു, 8.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ED സംഘം പിണറായിയുടെ വീട്ടിൽ നിന്നും മടങ്ങിപ്പോകുന്നത്. എന്നാൽ മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിരുന്ന പിണറായി വിജയന്റെ അനുചര വൃന്ദങ്ങളുമെല്ലാം ഇപ്പോൾ നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ്. മകളെയും അന്വേഷണത്തിനൊടുവിൽ പിണറായി വിജയനുമെല്ലാം ജയിലിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റത്തെ ശ്രമം നടത്തുന്നു. കൈവെള്ള ഉയർത്തിക്കാണിച്ച് കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്ന ആളുകളുടെ കയ്യിൽ ഇപ്പോൾ ഒരു കെട്ട് കേസുകെട്ടുകളാണ്. ഇന്നിപ്പോൾ EDയുടെ അന്വേഷണം ഏത് വിധേനയും തടയണം എന്ന് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകർ, ഏറ്റവും വലിയ ഫീസ് വാങ്ങുന്ന അഭിഭാഷകരെ നിർത്തിക്കൊണ്ട് EDയുടെ അന്വേഷണം ഏത് വിധേനയും മരവിപ്പിക്കണം എന്നുള്ള ഒരു തടസ്സ ഹർജി കൊടുക്കുന്നതിന് വേണ്ടി CMRL മുന്നോട്ട് വന്നിരിക്കുന്നു. പിണറായി വിജയന്റെ താല്പര്യപ്രകാരം തന്നെയാണ് അത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മടിയിൽ കനമില്ല, കൈകൾ ശുദ്ധമാണ്, വഴിയിൽ ഭയമില്ലെങ്കിൽ എന്തിനാണ് നിരന്തരം EDയെ ഇങ്ങനെ അന്വേഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ എല്ലാ ഹൈക്കോടതികളിലും ഇതുപോലെ ഹർജി കൊടുക്കുന്നത്? കർണാടക ഹൈക്കോടതിയിൽ കൊടുത്തു, ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തു, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്തു. ആ ഹർജി തള്ളിയതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ED റെയ്ഡിന് വേണ്ടി എത്തിയത്. ഇത് കാലേക്കുട്ടിയെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ED സ്റ്റേ ഉത്തരവ് നീങ്ങിയതിൻ്റെ അടുത്ത ദിവസം വെളുപ്പിന് തന്നെ എത്തിയത്. അവർക്കറിയാം, അല്ലെങ്കിൽ ഒരു ദിവസം നീണ്ടു കിട്ടുകയാണെങ്കിൽ പിണറായി വിജയനോ CMRLോ വീണ്ടും ഹർജിയുമായി പോകും, തടസ്സ ഹർജിക്ക് പോകും എന്നുള്ളത് അറിയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു. മടിയിൽ കനമില്ലാത്ത, കൈകൾ ശുദ്ധമായ പിണറായി വിജയൻ, വഴിയിൽ ഭയമില്ലാത്ത പിണറായി വിജയൻ CMRLെ സ്വാധീനിച്ച് വീണ്ടും മകൾക്കെതിരെയായിട്ടുള്ള ED അന്വേഷണം മരവിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിലെ തലമുതിർന്ന അല്ലെങ്കിൽ മുന്തിയ പണം കൊടുത്ത് ഇറക്കാവുന്ന അഭിഭാഷകരെ ഇറക്കിയിരിക്കുന്നു. എന്താണ് രാജ്മോഹൻ സാർ ഇതിലെ നൈതികത? പ്രദീപിൻ്റെ ആവേശം കൊള്ളാം, നല്ലതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അറിയാതെ പ്രദീപ് പറഞ്ഞു വരുന്നത്. എന്നാൽ അതിന് വസ്തുതകളുമായിട്ട് ധാരാളം ബന്ധമുണ്ട്. പക്ഷെ പിണറായി വിജയനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ജസ്റ്റിസ് ചന്ദ്രചൂഡനെ പോലൊരു ബെഞ്ച് സുപ്രീം കോടതിയിൽ ഉള്ളപ്പോൾ താൻ പ്രതിയാകുമോ ശിക്ഷിക്കപ്പെടുമെന്നും അറിയത്തില്ലാത്തൊരു കേസായിട്ട് കൂടി സംശയമുന്നണിയിൽ നിൽക്കുന്ന പിണറായി വിജയൻ്റെ കേസ് ഇനി ഒരിക്കലും ഇത് അഡ്ജോൺമെൻറ്റ് സമ്മതിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടും വീണ്ടും 10ഉം 15ഉം പ്രാവശ്യം അഡ്ജോൺമെൻറ്റ് മേടിക്കാൻ സാധിച്ച ഒരു ഓണറബിൾ പ്രതിയാണ് ആര്? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ വസ്തുത നമ്മൾ മറക്കരുത്. അപ്പോൾ പിണറായി വിജയൻ അങ്ങോട്ട് ചെന്നാലും ഒന്നും കൊടുക്കാനില്ല, ബ്രിട്ടാസ് ചെന്നാലും ഒന്നും കൊടുക്കാനില്ല, KV തോമസ് ചെന്നാലും ഒന്നും കൊടുക്കാനില്ല. പക്ഷേ ആര് എന്തിന് പിണറായി വിജയനെ സഹായിച്ചു എന്നുള്ള ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. ഉത്തരം നമുക്കൊക്കെ അറിയാം, പക്ഷെ നമുക്ക് പറയാൻ നമ്മുടെ ഭാഷ തെളിവുകളൊന്നുമില്ല.
അതുകൊണ്ട് നമുക്ക് പറയാനും പറ്റില്ല. ഇനി ഇവിടെ വീണാ വിജയൻ്റെ കാര്യം പറയുമ്പോൾ പ്രിയപുത്രിയാണ്, ഓമനപുത്രിയാണ്. പരസ്യമായി അഴിമതിയുടെ ഭാഗമാണ് താന് എന്ന് സമ്മതിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എനിക്ക് കാശ് കിട്ടി, സർവീസിന് വേണ്ടിയാണ് കാശ് കിട്ടിയത്, കർത്താങ്കൾ തന്നതാണ്, കർത്താങ്കൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ എനിക്കും തന്നു, ഞാനും മേടിച്ചു, അത്രയേ ഉള്ളൂ. ഇനി മറിച്ച് ആലോചിക്കുക, ഈ വീണാ വിജയൻ മറ്റാരുടെയെങ്കിലും മകളായിരുന്നെങ്കിൽ, എന്തിനാ സച്ചിൻ ദേവിൻ്റെ മകളായിരുന്നെങ്കിൽ, അല്ല അതുപോലെ ആരുടെയെങ്കിലും മകളായിരുന്നെങ്കിൽ, ആരുടെയെങ്കിലും ഭാര്യയായിരുന്നെങ്കിൽ ഈ ആനുകൂല്യം കിട്ടുമായിരുന്നു? ഒരിക്കലും കിട്ടില്ലായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകന് കിട്ടിയിട്ടില്ല. വീണാ വിജയൻ അത് കിട്ടിയതിൻ്റെ ഏക അടിസ്ഥാനം ഒറ്റ കാര്യമുള്ളൂ, പിണറായി വിജയൻ്റെ മകളാണ്. അതുകൊണ്ട് മാത്രമാണ് റിയാസ് കല്യാണം കഴിക്കുന്നത്. റിയാസ് വീണാ വിജയനെ കല്യാണം കഴിക്കുന്നതിൻ്റെ മോട്ടിവേഷൻ പോലും ചിലപ്പോൾ അതായിരിക്കും. ഇനി പിണറായി വിജയൻ പറഞ്ഞ വസ്തുതയുണ്ട്, അതിൽ ചിലപ്പോൾ ഒരു സത്യം ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, കിട്ടുന്ന അപ്പം അടിച്ചെടുത്തുകൊണ്ട് വന്ന് നിൽക്കുന്ന മക്കളും മരുമക്കളും ആണെങ്കിൽ ഇങ്ങനെ വല്ലതും കാണുമോ? ആ പറയുന്ന സമയത്ത് ഒന്നും കാണുകയില്ല. അങ്ങനത്തെ മക്കളും മരുമക്കളും ആണെങ്കിൽ ഉണ്ടെങ്കിൽ റിയാസ് ആണെങ്കിലും വീണയാണെങ്കിലും ദുബായിലുള്ളവരാണെങ്കിലും എല്ലാവരും ഇവിടുന്ന് അങ്ങോട്ട് കിടത്തിക്കൊള്ളാമെന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ പേരിൽ അതിൽ അവിടെ അക്കൗണ്ട് കാണുകയില്ല, തുടങ്ങുകയില്ല. പിന്നെ ആരുടെ പേരിൽ ബിനാമികൾ കാണും, അവരുടെ പേരിലായിരിക്കും അക്കൗണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ധൈര്യമായിട്ട് പറയുന്നത്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ലതുകൊണ്ട്. ഈ വാർത്ത നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാറേ, ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടി തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ വിളിച്ചു പറയുന്നത്. ഇവിടെ പിണറായി വിജയൻ കുറ്റക്കാരനാണെന്നോ പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ കുറ്റക്കാരിയാണോ എന്നുള്ള സമർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മൾ മാധ്യമങ്ങളുടെ കയ്യിൽ യാതൊരു തരത്തിലുള്ള തെളിവുകളില്ല. എന്നാൽ സാഹചര്യങ്ങളുടെ ചില പ്രത്യേകതകൾ കൂട്ടി വായിക്കുമ്പോൾ എന്തിനാണ് പിന്നെ യാതൊരു തരത്തിലും മടിയിൽ കനമില്ല അല്ലെങ്കിൽ വഴിയിൽ ഭയമില്ല എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആളുകൾ എന്തിനാണ് ഇന്ത്യയിൽ സുതാര്യമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ആ അന്വേഷണത്തെ എന്തുകൊണ്ടാണ് ഇവർ ഭയക്കുന്നത്? നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്നൊക്കെ പലവട്ടം ഉരുവിടുന്ന ഇവർ എന്തിന്? കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുമ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞതാണ്, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, സർക്കാർ ഒരു തരത്തിലും ഈ കേസിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല, ഇ ഡിയുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയില്ല, അവർ അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ, കുടുംബം അതിന് നേരിടട്ടെ എന്ന് പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, അന്വേഷണം നടക്കട്ടെ എന്ന് എന്തുകൊണ്ട് പിണറായി വിജയനോ വീണാ വിജയനോ പറയാൻ സാധിക്കുന്നില്ല? ഇ ഡി എങ്ങനെയെല്ലാം ഇ ഡിയെ തടസ്സപ്പെടുത്താൻ സാധിക്കും? അയൽ സംസ്ഥാനമായ കർണാടകത്തിലും ഡൽഹിയിലുമെല്ലാം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലുമെല്ലാം നിരന്തരം സ്റ്റേ ഹർജി കൊടുത്ത്, തടസ്സ ഹർജി കൊടുത്ത് ഈ അന്വേഷണത്തെ ഏത് വിധേനയും തടയേണ്ടതാണ് എന്നുള്ളൊരു സന്ദേശം പൊതുസമൂഹത്തിനും കൊടുത്തുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള ഒരു നിയമയുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ ഇവരുടെ മടിയിൽ കനമുണ്ടോ? അതുകൊണ്ടാണോ വഴിയിൽ ഇത്തരത്തിലുള്ള ഭയപ്പാട് കാണിക്കുന്നത് എന്നുള്ള ഒരു സംശയം സാമാന്യ ജനത്തിന് തോന്നിക്കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. മടിയിൽ കനമുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ്റെ മടിയിൽ കനമുണ്ടെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ്റെ മടിയിലെങ്കിലും പിണറായി വിജയൻ്റെ കുടുംബത്തിൽ പിണറായി വിജയൻ മുഖാന്തരം ഉണ്ടാക്കിയ പണം പിണറായി വിജയൻ്റെ കയ്യിലായിരിക്കണമെന്നില്ല, അതിൻ്റെ കസ്റ്റോഡിയൻ പിണറായി വിജയൻ്റെ ആയിരിക്കണമെന്നില്ല. പക്ഷേ അതിൻ്റെ സോഴ്സ്, ആ പണം എത്തിക്കാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന പിണറായി വിജയൻ തന്നെയാണ്. പാണ്ഡ്യാലയിലുള്ള പിണറായി വിജയൻ അതിനുള്ള കഴിവൊന്നുമില്ല. ഇവിടെ വന്ന് ചീഫ് മിനിസ്റ്ററായി അധികാരത്തിൻ്റെ കസേരയിലെത്തിയപ്പോൾ ഉണ്ടായ കഴിവാണ്, മുഖ്യമന്ത്രി എന്നുള്ള കഴിവാണ്. ഇനി രണ്ടാമത്, ഇവിടെ പിണറായി വിജയൻ്റെ കേസുകൾ ഓരോന്നോരായിട്ട് പറയുമ്പോൾ ആർജവം എന്ന് പറയുന്ന ഒന്ന് ആ മനുഷ്യനുണ്ടെങ്കിൽ, വടിവാളിൻ്റെയൊക്കെ കഥ കളയട്ടെ, വെടിയുണ്ടയുടെ കഥ കളയട്ടെ, ആർജവം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കിയൊരു കേസാണ്. അതായത് ക്രൈം, നന്ദകുമാർ സാർ അതിൻ്റെ പുറകെ ഉണ്ട്, ആ കേസിൻ്റെ പുറകെ ഉണ്ട്, പിടിച്ചു കുലുക്കിയൊരു കേസാണത് ലാവലിംഗ് കേസ്. ഇദ്ദേഹം നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ട് ഈ കേസ് ഇങ്ങനെ നീട്ടി ഓരോ അവധിക്ക് എന്നെ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഒരു പരിഹാസപാത്രമായി എന്നെ കോടതി വരുത്തരുത്, അതുകൊണ്ട് ഈ കേസ് എത്രയും പെട്ടെന്ന് വിചാരണ നടത്തി അതിൻ്റെ ശിക്ഷ നടപ്പായിരിക്കുകയായിട്ട് ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ കേസ് അഡ്വാൻസ് ചെയ്യിക്കാനായിട്ട് പിണറായി വിജയൻ മെനക്കെട്ടില്ല? അങ്ങനെ അഡ്വാൻസ് ചെയ്യിച്ച് വന്നിരുന്നെങ്കിൽ ഒരു വർഷം മുമ്പോ 2 വർഷം മുമ്പോ ഈ കേസ് നേരത്തെ നടത്തി പിണറായി വിജയൻ നിരപരാധിയാണ് എന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി സമ്പാദിക്കാൻ ഒരു ചുണ്ടുകടലാസിലെങ്കിലും എഴുതി മേടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ സതീശൻ്റെ കസേരയിൽ ചിലപ്പോൾ ഇന്നും പിണറായി വിജയൻ ഇരിക്കാൻ സാധിച്ചേനെ. അല്ല, അതാണ് സാറ് പറഞ്ഞത്, ഇവിടെ ഒരു ജനത്തിൻ്റെ മുന്നിലൊരു വിശ്വാസ്യത എന്നുള്ളൊരു വിഷയമുണ്ട്. ഇപ്പോൾ ലാവ്ലിൻ കേസിലാവട്ടെ, മാസപ്പടി കേസിലാവട്ടെ, പിണറായി വിജയൻ്റെ മകളായ വീണാ വിജയനോ കുറ്റക്കാരനാണ് എന്ന് സമർത്ഥിക്കാൻ നമ്മുടെ കയ്യിൽ യാതൊരു തരത്തിൽ തെളിവില്ല. അതൊരു അന്വേഷണത്തിനൊടുവിലല്ലേ ഇതൊക്കെ തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ മുൻവിധിയോട് കൂടിയാണ് ഇ ഡി വരുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ സീരിയസ് ബോഡി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ നിയമ പോരാട്ടത്തിന് തയ്യാറല്ല എന്നൊക്കെ പറയുന്നതിൻ്റെ
അർത്ഥം മനസ്സിലാവുന്നില്ല. ഈ കോടതിയിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ പോകാൻ കഴിയുന്നില്ല? സാറ് പറഞ്ഞതുപോലെ ലാവ്ലിൻ കേസിൽ ഞാൻ നിരപരാധിയാണ്, എനിക്കിതിൽ പങ്കില്ല, ഇങ്ങനെ നിരവധി തവണ ഈ കേസ് മാറ്റിവെച്ച് എൻ്റെ തലയിൽ, എൻ്റെ തോളിൽ ഈ പാപഭാരത്തിൻ്റെ മുഖം വന്നു വീഴാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഈ കേസ് എങ്ങനെയെങ്കിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒന്ന് പരിഗണിക്കണം എന്ന് എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ അഭിഭാഷകർ മുഖാന്തരം സുപ്രീം കോടതിയിൽ പിണറായി വിജയന് ഉണർത്തിക്കാൻ പറ്റുന്നില്ല? അത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്, വിശ്വാസ്യതയുടെ പ്രശ്നം തന്നെയാണ്. ഇവിടെ മാസപ്പടി വിഷയത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മറ്റൊരു ലാവ്ലിൻ കേസായി, പണ്ട് നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഇപ്പോഴും ആ ചൊല്ല് വളരെ പ്രസക്തം തന്നെയാണ്, ഗണപതി കല്യാണം പോലെ നാളെ നീളെ എന്ന് പറഞ്ഞു പോണ ഒരു അവസ്ഥയിലേക്ക് ലാവ്ലിൻ കേസ് പോകും. ഒരുപക്ഷെ പിണറായി വിജയൻ്റെ എല്ലാം കാലം കഴിഞ്ഞാലും അദ്ദേഹമൊക്കെ ഇവിടെ നിന്ന് കടന്നുപോയാൽ പോലും ഈ കേസിൽ ഒരു വിചാരണ നടത്തി അതിലൊരു നമ്മളും കാണുകയല്ല. അപ്പോൾ ഈ കേസിൽ അതിനുശേഷം വിചാരണ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഒരു കാലത്തും വിചാരണ നടക്കില്ല. അതുപോലെ ആയി മാറുന്നു ഇപ്പോൾ മാസപ്പടി കേസ്. ഇതിന് CMRL എന്ന കമ്പനിയും പിണറായി വിജയൻ്റെയോ അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യക്കാരുടെയോ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടുകൊണ്ട് അവരിങ്ങനെ ഇപ്പോൾ അവരുടെ ജോലി ഈ സിന്തറ്റിക് റൂട്ടയിൽ വേർതിരിച്ചെടുക്കുന്നതിനേക്കാൾ ഉപരിയായി കൂടുതൽ കാര്യക്ഷമതയോടുകൂടി അവർ ചെയ്യുന്ന ജോലി ഇന്ത്യയിലെ ഓരോരോ സംസ്ഥാനങ്ങളിലുള്ള ഹൈക്കോടതി കയറി ഇറങ്ങുന്ന ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഇവരുടെ ആരുടെയും കയ്യിൽ കനമുണ്ടോ, മടിശീലയിൽ കനമുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള മടിശീലയിൽ മറ്റെന്തെങ്കിലും കിലുങ്ങുന്നുണ്ടോ എന്നുള്ളത് പൊതുസമൂഹത്തിന് അറിയില്ല. പക്ഷേ ഇവർ എന്തോ ന്യായമായി ഭയക്കുന്നുണ്ട്. അത് കൃത്യമാണ്. ഒരു അന്വേഷണം ഇതിൽ ന്യായമായി നിഷ്പക്ഷമായി നടക്കാൻ പാടില്ല എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് വീണ വിജയനായാലും പിണറായി വിജയനായാലും. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം നടക്കരുത്, ഒരു കാരണവശാലും നടക്കരുത് എന്ന് കണക്കാക്കി തന്നെയാണ് എല്ലാ ഹൈക്കോടതികളിലും ഇങ്ങനെ തടസ്സ ഹർജി ഉന്നയിക്കുന്നത്. എന്തായാലും കോടതി ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യറിയിൽ തന്നെയാണ് അവന് ഏറ്റവും കൂടുതൽ വിശ്വാസം. എക്സിക്യൂട്ടീവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പരമോന്നതമായ ആ ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്ന പാവനമായ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു തീരുമാനമുണ്ടാകും, ഇതിനൊരു തീർപ്പുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്കും കാത്തിരിക്കാം.